നമസ്കാരം. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ സെൻട്രൽ മാർക്കറ്റ് നവീകരിക്കുവാനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് 55 കോടി 17 ലക്ഷം. ഹൈടെക് മാർക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും വികസനം എല്ലാവർക്കും വേണം. പക്ഷേ വികസനം നടക്കുമ്പോൾ പതിനായിരങ്ങളെ ആയിരങ്ങളെ വഴിയാധാരമാക്കരുത്. അതുമാത്രമേ. ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ സെൻട്രൽ മാർക്കറ്റിന്റെ വലിയങ്ങാടി പ്രദേശത്ത് ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ പൾസും അവിടെയുള്ള ആൾക്കാരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇന്ന് അവിടെയുണ്ട്. അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ സ്ഥലം സന്ദർശിച്ചപ്പോഴാണ് അതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയത്. 204 പേര് എഗ്രിമെന്റ് വെച്ച് ലൈസൻസ് വെച്ച് കൃത്യമായിട്ട് കോഴിക്കോട് കോർപ്പറേഷന് വരുമാനം കൊടുക്കുന്ന കച്ചവടക്കാർ. കൂടാതെ ഈ വർഷം 29 പേരും എഗ്രിമെന്റ് വെച്ച് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും 233 കച്ചവടക്കാരുള്ള ഈ കച്ചവടക്കാർക്ക് ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചു മാറ്റുമെന്ന് പറഞ്ഞാൽ അവരെവിടേക്ക് പോകും? എന്ത് ചെയ്യും? നിർത്തിയിട്ട് ജനങ്ങളെ കൂട്ടി നിർത്തിയിട്ട് നമുക്ക് വികസനം നടത്താം. ജനങ്ങളെ കൂട്ടി നിർത്താതെയുള്ള വികസനം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇതെപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇന്നും ആ ഇന്നർ ബ്ലോക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത റൂമുകൾ ഏറെയും. കൂടാതെ സെക്കൻഡില് 1 മുതൽ 4 വരെയുള്ളത് കമ്മീഷൻകാരുടെയും മറ്റുള്ള ഓഫീസാണ്. അത് കൃത്യമായിട്ട് കോർപ്പറേഷന് നല്ല വരുമാനമുണ്ട്. ന്യൂ ബ്ലോക്കില് നവംബർ 16-ാം തീയതി 2002 കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്കാണ്. അതാണ് ഇനി പൊളിക്കാൻ പോകുന്നത്. അതില് 1 to 42 വരെയുള്ളത് ചിക്കൻ സ്റ്റാളുകളാണ്. ഇതെല്ലാം പൊളിച്ചിട്ട്, ഇത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നത് പൊളിച്ചിട്ട് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അവരെ കയ്യിലെടുത്തിട്ട് വേണ്ടേ നമുക്ക് ഏതൊരു വികസനം നടപ്പിലാക്കാൻ? ഇന്നത്തെ അവസ്ഥ മാലിന്യമുക്ത കേരളം, ശുചിത്വ കേരളം. കോഴിക്കോട് കോർപ്പറേഷനാണ് ശുചിത്വ കോൺക്ലേവില് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. സെൻട്രൽ മാർക്കറ്റിൽ ഒരു ദിവസം പോയാൽ എവിടെയാണ് ശുചിത്വത്തിന് അവാർഡ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും. അത്രമാത്രം ശോചനീയവും ദുർഗന്ധവും നിറഞ്ഞ ഭാഗം. അതൊന്ന് വൃത്തിയാക്കുവാനായിട്ട് 55 കോടിയിട്ട് നവീകരിക്കാതെ 5 കോടിയിട്ടിട്ട് അതൊന്ന് വൃത്തിയാക്കി ജനങ്ങൾക്ക് ഉപകരിക്കാൻ. നഗരത്തിലെ, കോഴിക്കോട് നഗരത്തിലെ കണ്ണായ 2.5 ഏക്കർ ഭൂമിയിലാണ് ഈ സെൻട്രൽ മാർക്കറ്റിൽ. ഈ 2.5 ഏക്കർ ഭൂമിയിലെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ചിലവരുടെ കണ്ണുകളിൽ അത് ഒരുപാട് കോർപ്പറേറ്റ് മാഫിയകൾക്ക് പറ്റും. പക്ഷേ ഈ സാധാരണക്കാരായ 1000 പേരെ വഴിയാധാരമാക്കിയിട്ടുള്ള ഒന്നും തന്നെ നടത്തുവാനായിട്ട് പാടില്ല, നടത്തരുത്. അതായിരിക്കണം നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ലക്ഷ്യം. ഏറ്റവും രസകരമായ കാര്യം, ഈ സെൻട്രൽ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ, അതിന്റെ ഉള്ളിൽ തന്നെ പോയാൽ മതി, തൊട്ടടുത്ത് തന്നെ ത്രിവേണിയുടെ കൺസ്യൂമർ ഫെഡ് ഉണ്ട്. 52 വർഷത്തിലധികമായ കെട്ടിടമാണ്. അതിലേക്ക് അങ്ങ് ചാരി നിന്നാൽ തീർച്ചയായിട്ടും താഴേക്ക് വീഴും. അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതായാണ് ത്രിവേണി ബിൽഡിങ്ങിന്റെ കൺസ്യൂമർ ഫെഡ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഫ്ലോറിലെ നമ്മുടെ ഹെൽത്ത് സർക്കിൾ, വലിയങ്ങാടിയിലെ ഹെൽത്ത് സർക്കിൾ ഓഫീസ് കാണണം. അതിന്റെ മേൽക്കൂരെല്ലാം പോയി മുഴുവനും വെള്ളം ഒലിക്കുന്ന, ഫയലുകളുടെ മേലേക്കൊക്കെ വെള്ളം ഒലിക്കുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ കെട്ടിടം പൊളിക്കുന്നില്ല. ഈ കെട്ടിടത്തിന് ഇതിന് എങ്ങനെ ഫിറ്റ്നസ് കിട്ടി? ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? എത്രയോ ഷോപ്പുകൾ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിന് ഫിറ്റ്നസ് എങ്ങനെ കിട്ടി? എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കുന്നു? അതും ഒരു ചോദ്യചിഹ്നമല്ലേ? ഒരു നല്ല കെട്ടിടം പൊളിക്കുന്നു. ഇപ്പോഴത്തെ പൊളിഞ്ഞ കെട്ടിടം, വളരെ പഴക്കം ചെന്ന 52 വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് സീലിങ്ങും എല്ലാം കൈവിരിയും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞത്, അത് പൊളിക്കാതിരിക്കുന്നു. ഇതെന്താണ്? ഇതെന്ത് വിരോധാഭാസമാണ്? ജനങ്ങൾ ഒന്ന് ചിന്തിക്കുക.